ഒപ്റ്റിമൽ സ്റ്റേജിലെ നെറ്റ് എവാലുവേഷൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. നെറ്റ് എവാലുവേഷൻസ് ആദ്യത്തെ n എണ്ണം ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. സി ജെ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു 1 എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ ജെ ഈക്വൽ ടു 1 ടു എക്സെട്ര n. പിന്നെയുള്ളത് ഇതിൽ നിന്നാണ് മൈനസ് സിഗ്മ പൈ ഐ എക്സ് എൻ പ്ലസ് ഐ വേരീസ് ഫ്രം 1 ടു m. അതിൽ നിന്നാണ് എടുക്കുക. അതിലെ ആദ്യത്തത് -π1, രണ്ടാമത്തെ -π2, എക്സെട്ര -πm ആർ ദ കോഎഫിഷ്യൻസ് ഓഫ് ദ വേരിയബിൾസ്. ദേ ആർ ദ നെറ്റ് എവാലുവേഷൻസ്. -πi ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു 1 ടു m എന്ന് നമുക്ക് അതിനെ സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ സാധിക്കും. അതെടുത്തിട്ടാണ് നമ്മളിനി പ്രൊസീഡ് ചെയ്യുക. ദീസ് ആർ ദ നെറ്റ് എവാലുവേഷൻസ്. കൺസിഡർ ദ ഫസ്റ്റ് വൺ, സി ജെ പ്ലസ് സിഗ്മ എ ഐ ജെ പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആൻഡ് from that equation we can write Cj greater than or equal to minus sigma I equal to 1 to m aij pi I ഇതൊരെണ്ണം അല്ല ഉള്ളത്. or j equal to 1 2 etc up to n implies ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അല്ലെ therefore നിങ്ങളുടെ നോട്ടിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇവിടെ therefore എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. or this can be reverted minus sigma I equal to 1 to m aij pi I is അങ്ങനെ എഴുതുവാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു cj. മൈനസ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊന്നല്ല, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആക്കി എഴുതി എന്നേ ഉള്ളൂ. or j equal to 1 2 etc up to n. ഇത് എത്ര എണ്ണം ഉണ്ട്? j equal to 1 to etc up to n. അപ്പോൾ n കൺസ്ട്രെയിൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താവും. എല്ലാത്തിലും മൈനസ് സൈൻ ഉണ്ട്. ആ മൈനസ് സൈൻ ഞാനൊരു പ്രത്യേക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം. മൈനസ് സൈൻ ഒഴിവാക്കിയാൽ ഐ ഈക്വൽ ടു 1ൽ a1 j ഈക്വൽ ടു 1ൽ a11 ഇൻറ്റു -π1 ദെൻ j ഈക്വൽ ടു 1 തന്നെ കീപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തത് എന്താവും? പ്ലസ് I equal to 2 a21 minus π2 plus etc plus j equal to 1 തന്നെ നിൽക്കുക. I equal to m വരുമ്പം m1 ഇൻറ്റു -πm. മൈനസ് സൈൻ പുറത്തുണ്ടായിരുന്നത് പൈയുടെ കൂടെ കൂട്ടിയതാണ്. ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c1 എന്ന് എഴുതാൻ പറ്റും. രണ്ടാമത്തെ ആകുമ്പോൾ ഇത് j equal to 1. When j equal to 2, from these equations we get j equal to 2 a21 into -π1 plus a22 മുമ്പേ 1 ഫിക്സഡ് ആയിട്ട് തന്ന പോലെ -π2 അതേ ഉള്ളൂ വ്യത്യാസം പ്ലസ് എക്സെട്ര പ്ലസ് am1 ഫിക്സഡ് ആയ സ്ഥാനത്ത് 2 ഫിക്സഡ് ആയി -πm അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. j equal to 2ൽ ഫിക്സ് ചെയ്യുക. I varies from 1 to m. j equal to 2ൽ ഫിക്സ് ചെയ്തു. cj c2i etc. You get the last one when j equal to n an2. There is a mistake. This is I equal to 1 and j equal to 2. 1 to 2 to m2 എന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരേണ്ടത് aij, നമ്മുടെ aij എന്തായിരിക്കും? I equal to 1ൽ a1n ഇൻറ്റു -π1 പ്ലസ് a2n into -π2 plus etc plus amn into -πm less than or equal to cj is cn. ഇനി നമുക്ക് j equal to 1 to n എഴുതണ്ട, നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കോഎഫിഷ്യൻസ് നോക്കി a11 a12 a1 a21 a22 a2n am1 am2 amn കോളത്തിലാവുന്നിരിക്കുന്നത്. കോഎഫിഷ്യന്റ് മെട്രിക്സ് എ കിട്ടണമെങ്കിൽ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന കോഎഫിഷ്യന്റ് എയുടേതല്ല. a1 a21 am1 ഫസ്റ്റ് റോ കാണുന്നത് അത് എയുടെ ഫസ്റ്റ് കോളം ആയിരുന്നു. ദിസ് ഇസ്
obtain the coefficient matrix. Here the coefficient matrix is A dash. A dash equal to coefficient matrix എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. A dash into, അപ്പോൾ this inequalities are of the form A dash coefficient matrix ഉം variable matrix minus pi 1 minus pi 2 etc. minus pi m ആണ് variable matrix. minus pi m variable matrix ആയിട്ടാണ് വന്നിരിക്കുന്നത്. Therefore, these inequalities satisfy the condition coefficient matrix in matrix form. The same can be written as, that is എന്ന് കൊടുക്കാം, A dash into minus pi less than or equal to എന്താ കിട്ടിയേക്കുന്നത്, C1 C2 Cn കോളം വെക്ടർ ആണെങ്കിൽ അതിനെ നമ്മൾ C എന്ന് വിളിക്കും. അപ്പോൾ അതിൻ്റെ റോ വെക്ടർ ആണെങ്കിൽ C എന്ന് വിളിക്കും. അപ്പോൾ കോളം വെക്ടർ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ കിട്ടും. ലെസ് ദാൻ ഓർ C1 C2 എക്സെട്ര Cn കോളം റോ വെക്ടർ ആണ് നമ്മൾ C എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോളം വെക്ടർ ആകുമ്പോൾ ഇതിനെ C ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് മീൻസ് A dash y ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഡാഷ് ആയിട്ട് കമ്പയർ ചെയ്യാം. കമ്പയറിംഗ് വിത്ത് A dash y ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഡാഷ്, അതുമായിട്ട് കമ്പയർ ചെയ്യുക. അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വെക്ടർ ആണ് നിങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്നത്. A dash y ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഡാഷ്. വി ഗെറ്റ് y ഈക്വൽ ടു മൈനസ് പൈ എന്ന് പറയുന്ന വെക്ടർ. y ഈക്വൽ ടു മൈനസ് പൈ ഈസ് എ സൊല്യൂഷൻ ഓഫ് A dash y ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഡാഷ് എന്നുള്ള കൺസ്ട്രെയിൻസ് സെറ്റ് സാറ്റിസ്ഫൈ ചെയ്യാതെ ഇതിൻ്റെ സൊല്യൂഷൻ ഓഫ് ഡിവലിൻ്റെ കൺസ്ട്രെയിൻ്റ് ആണ് A dash y ലെസ് ദാൻ ഓർ ഈക്വൽ ടു C ഡാഷ് എന്നുള്ളത്. ഇപ്പോൾ സൊല്യൂഷനേ ആയുള്ളൂ. സൊല്യൂഷൻ ആയത് y ഈക്വൽ ടു മൈനസ് പൈ ആണ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ കണ്ടല്ലോ, മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 i ഈക്വൽ ടു 1 2 എക്സെട്ര m മൈനസ് പൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ i ഈക്വൽ ടു 1 2 എക്സെട്ര m. നേരത്തെ നെറ്റ് എവാലുവേഷൻസിൻ്റെ കണ്ടീഷനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ദാറ്റ് ഇംപ്ലൈസ് ദ വെക്ടർ മൈനസ് പൈ മുമ്പേ ഡ്യുവലിൻ്റെ സൊല്യൂഷനാന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാം നോൺ നെഗറ്റീവ് ആണ്. ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ ഓഫ് ഡ്യുവൽ. ഇപ്പോൾ അതൊരു ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഡ്യുവലുമായിട്ടുള്ള റിലേഷൻ പറയാം. ഡ്യുവലിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആണ് വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഇപ്പം എന്നാ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സൊല്യൂഷനാണ്, ഫീസിബിൾ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. മറ്റ് y ഈക്വൽ ടു മൈനസ് പൈ. എന്താ വാല്യൂ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്നായിരുന്നു? ഡ്യുവലിൻ്റെ ആകുമ്പോൾ ബി ഡാഷ് y ആണ്. b1 ഇൻറ്റു മൈനസ് പൈ 1 b2 ഇൻറ്റു b1 ഇൻറ്റു മൈനസ് പൈ 1 പ്ലസ് b2 ഇൻറ്റു y ഈക്വൽ ടു മൈനസ് പൈയുടെ രണ്ടാമത്തെ കമ്പോണൻറ്റ് മൈനസ് പൈ 2 പ്ലസ് എക്സെട്ര പ്ലസ് ബി എം ഇൻറ്റു മൈനസ് പൈ എം എന്നുള്ളതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ. ഈക്വൽ ടു ഈ പോയിന്റിലെ വാല്യൂ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 ടു m പൈ ഐ ബി ഐ എന്നല്ലേ, മൈനസ് സൈനെല്ലാം കൂടെ കോമൺ ആയിട്ട് എടുത്താൽ. ദെൻ there is a relation between any feasible value of the objective function at any feasible solution and the maximum. We have maximum of phi of y. ഏത് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സിമം ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് മൈനസ് പൈ എന്ന് പറയാം. ഇതൊരു ഫീസിബിൾ സൊല്യൂഷനിൽ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് എഴുതിയിരിക്കുന്നത്. മാക്സ് ഫൈ വൈ എന്ന് പറയുന്നത് ഇതിനേക്കാളും എന്തായാലും വലുതായിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് മാക്സ് ഫൈ വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ ഓഫ് മൈനസ് പൈ. എന്താ? ദിസ് ഇസ് ഫൈ ഓഫ് മൈനസ് പൈ. ബി ഡാഷ് വൈ എന്നുള്ളതിൽ വൈ ഈക്വൽ ടു മൈനസ് പൈ കൊടുത്തതാണ് ഫൈ ഓഫ് മൈനസ് പൈ അല്ലേ. v1 ഇൻറ്റു മൈനസ് പൈ 1 എക്സെട്ര vm ഇൻറ്റു മൈനസ് പൈ എന്ന് കൊടുത്തപ്പോൾ നമ്മൾ ചെയ്തത് ഫൈ ഓഫ് മൈനസ് പൈ കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ മാക്സ് ഫൈ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 ടു m പൈ ഐ ബി ഐ എന്ന ഒരു ഇക്വേഷനായി. Now we have from the above theorem min fx greater than or equal to max phi y. Min fx greater than or equal to fx greater than or equal to phi y for any feasible solutions x and y
of the primal and dual എന്നുള്ള theorem ഉണ്ടായിരുന്നു. Min of x is one among fx feasible solution. Max 5y is one among feasible solutions of the dual. Then fx star greater than or equal to 5y star for optimal solutions എന്നങ്ങ് എഴുതുക. fx star എന്ന് പറയുന്നതാണ് min of x. ഒരു നോട്ടായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. min of x greater than or equal to max 5y എന്നുണ്ട്. But what is min of x? min of x പ്രൈമലിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്ന മൾട്ടിപ്ലയേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ആ സമയത്ത് എഫിന്റെ വാല്യൂ അല്ലെ min of xന്റെ വാല്യൂ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to m പൈ ഐ ബി ഐ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൈനസ് സിഗ്മ പൈ ഐ ബി ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് 5y എന്ന് നമുക്ക് കിട്ടി. ദിസ് ഇസ് റിലേഷൻ നമ്പർ 2. 1 and 2 നോക്കിക്കേ. മാക്സ് 5y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് സിഗ്മ പൈ ഐ ബി ഐ and max 5y less than or equal to minus sigma pi I bi. From 1 and 2 we get 1 and 2 gives max 5y equal to minus sigma pi I bi minus sigma pi I bi. Max 5y I equal to 1 to m. Max 5y equal to minus sigma pi I bi. Min of x equal to minus sigma pi I bi. Min of x and max 5y are equal. ലാസ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്തണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ദാറ്റ് ഈസ് min of x. അത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. min of x equal to minus sigma I equal to 1 to m pi I bi. ഇപ്പോൾ 1 and 2 നിന്ന് നമുക്ക് കിട്ടിയത് മാക്സ് 5yയും അതാണ് ഈക്വൽ ടു മാക്സ് 5y. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് min of x ഈക്വൽ ടു മാക്സ് 5y ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്താണെന്നും കൂടെ നമ്മൾ പറയുക. ഇഫ് the multipliers for the optimal solution of the primal are pi 1 by 2 etc. pi m, then using that we can find the optimal values of the primal and the dual from the same multipliers. Minus sigma multipliers അറിയാമെങ്കിൽ minus sigma I equal to 1 to pi I bi multipliers അറിയാമെങ്കിൽ. ഇനി അതെല്ലാം min of x കിട്ടിയാൽ മാക്സ് 5y കണ്ടുപിടിക്കാൻ വേണ്ടി പോകണ്ട. അത് min of xന്റെ വാല്യൂ തന്നെയാണ്. y വെക്ടർ വേറെ ആയിരിക്കും, പക്ഷേ ഈ വാല്യൂ എന്താണോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കിട്ടിയ റിയൽ നമ്പർ അത് തന്നെയാണ് മാക്സ് 5yന്റെ വാല്യൂ ആയിട്ട് വരുന്നത് എന്നാണ്. നോട്ട്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഈ 2 വീഡിയോസും ഫൈനൽ സ്റ്റേജിൽ പോസ് ചെയ്ത് വെക്കുക. ഇപ്പം ഞാൻ കോളത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഫ്രം 1 and 2 max 5y equal to minus sigma pi I bi and then connect to this rectangular box, that is min of x equal to minus sigma pi I bi equal to max 5y. Hence min of x equal to max 5y, or the value of the objective functions of primal and dual equal in the optimal case. Primal optimal and dual optimal. Then the objective functions are equal. That is a theorem that depends on the theory of simplex multipliers. നമ്മൾ നേരത്തെ simplex multipliersന്റെ theory പറഞ്ഞിട്ടുണ്ടായിരുന്നു. simplex multipliers ഉപയോഗിച്ചാൽ മൾട്ടിപ്ലയേഴ്സിൽ നിന്ന് f equal to minus sigma pi I bi എന്ന് ഫംഗ്ഷന്റെ വാല്യൂ കിട്ടും. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരുന്ന മൾട്ടിപ്ലയർ ഒപ്റ്റിമൽ സൊല്യൂഷൻ തരുന്ന മൾട്ടിപ്ലയർ ആണ് എന്നുകൂടി മനസ്സിലാക്കുക. നമ്മൾ ഉപയോഗിച്ചിരുന്ന മൾട്ടിപ്ലയേഴ്സ് ഇതാണ് pi 1 by 2 pi m. Let this be a basic feasible solution and the multipliers corresponding to the optimal solution. f plus sigma pi I bi equal to 0, f equal to minus sigma pi I bi എന്ന് എഴുതുമ്പോൾ അത് ഒപ്റ്റിമൽ സൊല്യൂഷന്റെ മൾട്ടിപ്ലയേഴ്സ് ആണ് എന്ന് അസ്യൂം ചെയ്ത നമ്മൾ പറഞ്ഞത്. f is equal to minus sigma pi I bi ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. എഫ് എക്സിന്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ പ്രൈമൽ ആയതുകൊണ്ട് min of x എന്ന് എഴുതാം. min of xന്റെ വാല്യൂ ആണ് ആ മൾട്ടിപ്ലയേഴ്സ് വഴി നമുക്ക് കിട്ടിയത് എന്നൊരു അസംഷൻ ഓർത്തിരിക്കുക. then by the theory of simplex multipliers corresponding to the coefficients of the variables we get the net evaluations. അപ്പോൾ ഇതെല്ലാം നെറ്റ് എവാലുവേഷൻസ് ആണ്, അതുകൊണ്ടെല്ലാം നോൺ നെഗറ്റീവ് ആണ്. അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. നെറ്റ് എവാലുവേഷൻസ് എല്ലാം നോൺ നെഗറ്റീവ് ആണ്. cj plus sigma aij pi I greater than or equal to 0 for j equal to 1 to n and minus pi I greater than or equal to 0 for I equal to 1 to n. ഇതിൽ ആദ്യത്തേതിൽ നിന്ന് നമ്മൾ ഡ്യുവലിന്റെ കൺസ്ട്രെയിൻസിലേക്ക് വന്നു. രണ്ടാമത്തേതിൽ നിന്ന്
ഡ്യുവൽ വേരിയബിൾസ് -πi greater than or equal to 0 എന്നതിലേക്ക് വന്നു.